അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാശ്മീരിലെ പഹൽഗാമിൽ ഏകദേശം 26ഓളം വരുന്ന നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കിയ ഭീകരവാദികൾ. ഈ വാർത്ത കേട്ട സമയത്ത് കൊല്ലപ്പെട്ടതായ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൊന്നവരായ ഭീകരവാദികളായ ആളുകൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും അവർക്കെതിരെയായിട്ട് പോരാടുകയും ചെയ്യുന്നവരാണ് ഇന്ത്യയിലെ സഹോദരന്മാരായ ആളുകൾ. ഇവിടെ ആരും മനുഷ്യത്വമുള്ള ഒരാളും ഈ ഭീകരവാദത്തെ, ഈ അക്രമത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയുമില്ല, ന്യായീകരിക്കുകയുമില്ല. ഒരുപാട് നിരപരാധികളായ ആളുകളാണ് കൊല്ലപ്പെട്ടു പോയത്. ഒരുപാട് ഒരു കുടുംബത്തിന്റെ അത്താണിയായി മാറിയ ഒരുപാട് ആളുകൾ. ഏറ്റവും സങ്കടപ്പെടുത്തിയ ഒരു കാര്യം, വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയാകുന്നതിന് മുമ്പ് തൻ്റെ പ്രിയതമൻ അക്രമികളായ ആളുകളുടെ വെടിയുണ്ടുകൾക്ക് മുമ്പിൽ കൊല്ലപ്പെട്ടു പോകുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയുടെ ദൃശ്യം നമ്മളെല്ലാവരും കണ്ടവരായിരിക്കും. ഒരിക്കലും ഇത്രയും മനുഷ്യത്വമുള്ള ഒരാൾക്കും ഇങ്ങനെയുള്ള ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുവാനോ അവരെ ന്യായീകരിക്കുവാനോ അവരുടെ കൂടെ കൂടുവാനോ ഒരാൾക്കൊന്നും സാധിക്കില്ല. കൊന്നത് മുസ്ലിം നാമധാരിയായതിൻ്റെ പേരിൽ പരിശുദ്ധ ഇസ്ലാമിനെ ഭീകരതയുടെ മതമായിട്ടും മുസ്ലിങ്ങൾ ഭീകരവാദികളാണെന്നും പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകളുടെ കാഴ്ചകൾ നമ്മളെല്ലാവരും കണ്ടവരാണ്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, നിരപരാധികളായ നമ്മുടെ സഹോദരന്മാരെ കൊന്നൊടുക്കിയ ഭീകരവാദികളായ ആളുകൾ ഇതൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ഇസ്ലാമിന് വേണ്ടിയിട്ടല്ല. ഇസ്ലാം ഒരിക്കലും അക്രമത്തെയും ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ നമ്മളെല്ലാവരും കാണുന്ന പോലെ തന്നെ നിങ്ങൾ ആരെയെങ്കിലും അകാരണമായി കൊല്ലപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സമുദായത്തെ മുഴുവനും കൊന്നെടുക്കുന്നതിന് തുല്യമാണ് എന്ന പരിശുദ്ധ ഖുർആൻ അധ്യാപനം നമ്മളെല്ലാവരും അറിഞ്ഞവരാണ്. മറിച്ച് ഇങ്ങനെയുള്ള ഭീകരവാദികൾ ഈ പ്രവർത്തനങ്ങൾക്ക് ചെയ്യുന്നത് ജനങ്ങളെ രണ്ടായി തരംതിരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ ആളുകളും ഇങ്ങനെയുള്ള അക്രമങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് മതം ചോദിച്ചുകൊണ്ട്, നീ മുസ്ലിമാണോ നീ ഹിന്ദുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൊല്ലപ്പെട്ടത് നമ്മുടെ സഹോദരന്മാരാണെന്ന് കരുതിക്കൊണ്ട് ആ ഭീകരവാദികളായ ആളുകൾക്കെതിരെ പോരാടാനാണ് ഓരോ മനുഷ്യത്വമുള്ള മനുഷ്യനും ശ്രമിക്കണം. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം ഒരു ഭീകരവാദത്തെയും ഒരു അക്രമത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. മതത്തിന്റെ പേരിൽ ഒരിക്കലും കലഹിക്കേണ്ട സമയമല്ല ഇത്. കൊല്ലപ്പെട്ടത് മുഴുവനും നമ്മുടെ രാജ്യക്കാരും നമ്മുടെ സഹോദരങ്ങളുമാണ് ചിന്തയോട് കൂടിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഭീകരവാദികളായ ആളുകൾക്കെതിരെ പോരാട്ടം നടത്തുകയും ചെയ്യേണ്ട സമയമാണ്. എല്ലാവരെയും മനുഷ്യത്വമുള്ള കണ്ണുകളിലൂടെ കാണുകയും ഒരിക്കലും ഒരു മതവും ഒരു ഭീകരവാദത്തിനും ഒരു അക്രമത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആക്രമണത്തിൽ പരിക്കേറ്റവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടിയെത്തിയത് മുസ്ലിങ്ങളായ സഹോദരങ്ങളാണ്. ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നു എന്നതാണ് അവിടെ ആക്രമണത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത്. അതിലുപരി കുതിരസവാരിക്കാരനായ ആദിൽ ഹുസൈൻ തനിക്കൊപ്പമെത്തിയ സഞ്ചാരികളെ ഭീകരവാദികൾ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവരെ തടയുകയും അവരിൽ നിന്ന് തോക്ക് തട്ടിമാറ്റുന്ന സമയത്ത് ഭീകരവാദികളായ ആളുകൾ ആദിൽ ഹുസൈനെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ആദിൽ ഹുസൈന്റെ കുടുംബത്തിന് നഷ്ടമായത് ഒരു അത്താണിയായിരുന്നു. നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, ഇവിടെയുള്ളത് എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണെന്നുള്ളതാണ്. കൊല്ലപ്പെട്ടത് നമ്മുടെ സഹോദരന്മാരാണ്, കൊന്നത് ഭീകരവാദികളായ ആളുകളാണ്. ഒരിക്കലും ഭീകരവാദത്തിൽ മതമില്ല, മതത്തിൽ ഭീകരവാദവുമില്ല. ഭീകരവാദികളായ ആളുകളെ ആരും ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി പാടില്ല. ദൂരെ കടുകുപൂത്ത മഞ്ഞപ്പാടങ്ങൾ, ആപ്പിൾ പൂക്കൾ, മഞ്ഞുമലകൾ. ഈ ഭൂമിയിൽ ഒരു പാരഡൈസ്, ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഈ താഴ്വാരമാണ് എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചൊരു സ്ഥലത്താണ്. മനുഷ്യരക്തത്തിന് നടുവിൽ ഒരു പെൺകുട്ടി അനാഥം എന്ന വാക്കിന്റെ പ്രതീകം കണക്കെ പ്രിയപ്പെട്ടവർ ചാരെ മൗനമായിരിക്കുന്ന ഒരു ചിത്രം ഒരിക്കൽ കൂടി ഒന്ന് കാണാനാവില്ല. ആ നിശബ്ദ വേദനയ്ക്ക് എന്തൊരാഴമാണ്. ആ കൈകളിൽ കിടക്കുന്ന ചുവന്ന കുപ്പിവളകൾ മിണ്ടാതെ പറയുന്നുണ്ട്, 6 നാൾ മാത്രം നീണ്ടൊരു മധുരം. ആർത്തുകരയാൻ പോലും പാങ്ങില്ലാത്ത പകപ്പിൽ, ആ ഇരിപ്പിൽ നിശബ്ദം, നിസ്സഹായം, ഇടനെഞ്ചിലൂടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വിഷം തേച്ച ഇരുമ്പാണികൾ അറഞ്ഞു കയറ്റും പോലെ കുത്തിവലിക്കുന്നുണ്ട് ആഘാത വേദന. ഈ രാജ്യത്തിന്റെ കൊക്കിന് ജീവനുള്ള കാലത്തോളം മറക്കാവതാണ്. വൈധവ്യങ്ങൾ, പുത്രദുഃഖങ്ങൾ, അനാഥരായ മക്കൾ, ആ 29 പേരുടെ ജീവത്യാഗത്തിന് കാരണക്കാരായ ചെകുത്താന്റെ മക്കൾക്ക് സ്വപ്നത്തിൽ പോലും മാപ്പ് എന്ന വാക്ക് മിണ്ടാവതാണോ പൊറുക്കാവതാണോ? അന്ന് പത്താൻകോട്ടിൽ, പുൽവാമയിൽ, ഉറിയിൽ, അമർനാഥിൽ, റിയാസിയിലൊക്കെ കുരുതികൾക്ക് ശേഷം പറഞ്ഞ പോലെ അടിച്ചുവെച്ച മട്ടിലാണ് റെഡിമെയ്ഡ് പ്രതികരണം. ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാന്റെ പറച്ചിൽ. വെറും വ്യാജ വർത്താനം.
എന്നിട്ട് അലങ്കാരം പോലെ അയൽ രാജ്യത്തിന് അനുശോചനം. ആർക്ക് വേണമടോ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. നിങ്ങളുടെ ആത്മാർത്ഥതയില്ലാത്ത വെറും വാക്ക് മിസ്റ്റർ ഷഹബാസ് ഷരീഫ് അഥവാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. സൈന്യത്തോട് നേർക്കുനേർ നിൽക്കാൻ ധൈര്യമില്ലാത്ത പേടിത്തൂറികൾ. തോക്കെടുത്ത് നിരായുധരായ സാധാരണക്കാരെ കൊന്നൊടുക്കിയതിന്റെ സൂത്രധാരൻ സൈഫുള്ള കസൂരി ഹാഫിസ് സയ്യിദിന്റെ വലം കൈയാണെങ്കിൽ, ഇന്ത്യ വിരോധം കൊണ്ട് പിഴച്ചു പൊളിച്ച പാക് പട്ടാളത്തിന്റെ തലച്ചോറാണെങ്കിൽ, ISIയുടെ സാമന്തനാണെങ്കിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന പച്ചക്കള്ളം പാകിസ്ഥാനെ പോയി പള്ളി പറ. മറന്നവരാണ് നിങ്ങൾ. പരാജയത്തിൽ ഉളുപ്പില്ലാതെ മുട്ടുകുത്തി ജീവന് വേണ്ടി തണ്ടിയ മേധാവി നിയാസയെ ഞങ്ങൾ വെറുതെ വിട്ട നാളം കിട്ട ചരിത്രം. കാർഗിൽ തിരിച്ചോട്ടം, ബലാക്കോട്ടിന്റെ നീലാകാശ് നിറഞ്ഞ മിറാഷ് വിമാനങ്ങൾ, താഴെ ചാമ്പലായി ചത്തുമലച്ചു കിടന്ന ഹാഫിസ് സയ്യിദ് അടവച്ചിറക്കിയ അന്ധകവിത്തുകൾ, മരണവക്താക്കളൊക്കെയും മറന്നതാണെങ്കിൽ പഠിക്കുന്നില്ലെങ്കിൽ കാത്തിരിക്കുക ആവർത്തന ചരിത്രം. ചോര കൊണ്ട് അശനിവാദം. ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം തടുക്കാൻ നിങ്ങളുടെ സൈനിക മേധാവി ഉണ്ടല്ലോ. ഇന്ത്യ വിരോധം തലക്കി പിടിച്ച് വട്ടായൊരുത്തൻ അസീം മുനീർ, അയാളും അയാളുടെ കൂലിപ്പട്ടാളവും കുറച്ചുകൂടി മൂക്കണം. ചെറുക്കാമെങ്കിൽ ചെറുക്ക്. അവിടെ മതം തിരിഞ്ഞ് നിങ്ങൾ പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ നായാടിയെങ്കിൽ, വീണവന്റെ മതം ചെയ്യാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ രോഷത്തിൽ എരിയുന്നുണ്ടെങ്കിൽ, വിനാശകാലെ നിങ്ങൾ ചിന്തിച്ചത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ, കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ തന്തമാരും ആയുഷണ്ണി കാത്തിരുന്നോ? വരുന്നുണ്ട് നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് റഫാൽ മൊറാഷ് തീർക്കുന്ന വെടിക്കെട്ട്. കൊറിയൻ സാമ്രാജ്യങ്ങൾക്ക് മുകളിലേക്ക് തീമഴ പെയ്യിക്കാൻ ലോകത്തെ എണ്ണം പറഞ്ഞ പട്ടാള ശക്തി, കൂടപ്പറന്ന ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഞങ്ങളുടെ നെഞ്ചിലെ പ്രതികാരത്തിന്റെ സംഹാര ശക്തി.